Monse, 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 നോക്ക്. Happy birthday to you. Happy birthday to you. Happy birthday, dear Monus. Happy birthday to you. മോൻസിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇതെന്താ ഓഫി ആരല്ല, അത് ഇവിടുത്തെ ബർത്ത്ഡേയുടെ അവരുടെ കൊളാബ് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യണേ. എന്താ അപ്പൊ നമ്മൾ പുറത്ത് നല്ല ഫുഡ് അകത്തുനിന്ന് കഴിക്കുന്ന അതൊന്നുമില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു മോമോസ് യൂട്യൂബ് ചാനൽ. എന്നാ ഉണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് മെയ് 22. ഇന്ന് മോനസിൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ മോൻസ് ഇപ്പോൾ നമ്മളിവിടെ ഇല്ല. മോൻസ് ജോലിക്ക് പോയേക്കുക. വർക്ക് കഴിഞ്ഞൊരു ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എത്തും. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫാണ്. 3:45 ആകുമ്പോഴത്തേക്ക് എത്തും. അപ്പോഴത്തേക്കും ഞാൻ എന്നാ ചെയ്യും, ഞാൻ വീഡിയോയിലത് കണ്ട പോലെ ഞാൻ ടോസ് ഇട്ടായിരുന്നു ഇന്ന് ഫുഡ് എവിടുന്ന് കഴിക്കും എന്നൊക്കെ ആയിട്ട്. അപ്പം ആക്ച്വലി എൻ്റെ പ്ലാനിന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാം, മോൻസിന് ഇഷ്ടമുള്ള മേടിച്ചു കൊടുക്കാം എന്നൊക്കെ ആയിരുന്നു. ബട്ട് ലഞ്ച് അറ്റ് ഹോമായിപ്പോയി. അപ്പോൾ ഞാൻ പണിയെടുക്കണം ഗൈസ്. അപ്പോൾ എന്തുണ്ടാക്കും, മോനസിൻ്റെ ഫേവറേറ്റ് ഫുഡായ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു. പക്ഷെ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ലോങ് പ്രോസസ്സാണ്. ഞാൻ തന്നെ വേണം ചിക്കൻ മെയിൻറ്റെയിൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ടൈം എടുക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഫുഡ് കഴിക്കണം. ഇപ്പോൾ ടൈം 9 മണിയായി, ഞാൻ ഒന്നും കഴിച്ചില്ല, കഴിക്കാൻ പോവാണ്. എന്നിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകണം. പിന്നെ രാവിലെ മോൻസിനൊരു കുഞ്ഞു കേക്ക് മുറിച്ചു, ഒരു പൂത്തൊക്കെ വെച്ചൊരു കേക്ക് മുറിച്ചു. പിന്നെ 2 ഗിഫ്റ്റ് കൊടുത്തു. ഒന്ന് മോൻസിന് ഷർട്ട് കൊടുത്തു, അത് മോൻസിന് അറിയാം ഞാൻ എപ്പോഴും ഷർട്ട് കൊടുക്കും. പിന്നെ ഒരു ഷൂ ആയിരുന്നു, അത് മോൻസിനെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ളായിരുന്നു ഇന്ന് കിട്ടുന്നു. പക്ഷെ 3ാമത്തെ ഗിഫ്റ്റ് അത് ഞാൻ ഇതുവരെ കൊടുത്തില്ല. അത് ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഗിഫ്റ്റ് കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. ആക്ച്വലി ഇത് 3 ഒരുമിച്ച് കൊടുക്കാനായിരുന്നു. പക്ഷെ എൻ്റെ ഒരു കൺട്രോളില്ലായ്മ കാരണം എനിക്ക് സർപ്രൈസ് ഇങ്ങനെ മറിച്ച് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അവരുടെ റിയാക്ഷൻ കാണാനും എനിക്ക് കൊടുക്കാനുള്ളൊരു ത്വരയുണ്ടല്ലോ, അത് കാരണം ഞാൻ 2 കൊടുത്തു. അതിന് കൊടുത്തേക്കാം എന്ന് വെച്ചു. പക്ഷെ 3ാമത്തെ ഗിഫ്റ്റിൽ മോൻസ് എന്തായാലും ഒരു റിയാക്ഷൻ ഇടും. മോൻസ് നന്നായിട്ട് ഇഷ്ടപ്പെടും. മോൻസ് പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് ആയിരിക്കും. യെസ് എന്ന് ഞാൻ പ്രതീക്ഷിക്കണം കേട്ടോ. ഒരിക്കലും ചിന്തിക്കില്ല ഞാൻ അത് മേടിച്ച് തരുമെന്ന്. അതുകൊണ്ട് എനിക്കത് റാപ്പ് ചെയ്യണം. മറ്റു രണ്ടിനും ചുമ്മാ റാപ്പൊന്നും ചെയ്യാണ്ട് വെറുതെ കവറിലിട്ട് കൊടുക്കുമായിരുന്നു. ഇനിയത്തെ ഗിഫ്റ്റ് എനിക്ക് റാപ്പ് ചെയ്ത് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം. ആ റിയാക്ഷൻ എനിക്ക് കാണണം. എനിക്ക് മോൻസിന് ഗിഫ്റ്റ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സർപ്രൈസ് എനിക്ക് സർപ്രൈസ് കിട്ടുന്നതും എനിക്ക് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സർപ്രൈസൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിക്കും. എങ്ങനെയൊക്കെ ഞാൻ എനിക്കറിയാം എനിക്കിത് കിട്ടുമെന്ന്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ സർപ്രൈസായിട്ട് അങ്ങനെ വല്ലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ. പക്ഷെ മോൻസിന് സർപ്രൈസ് ആയിരിക്കും. പക്ഷെ മോൻസിന് മുഖത്ത് വരില്ല, എൻ്റെ മുഖത്തായിരിക്കും എല്ലാം കാണാൻ പറ്റുന്നത്. അങ്ങനെ കുറച്ച് ആൾക്കാർ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാം. രാവിലെ എനിക്ക് കഴിക്കാൻ എഗ്ഗുണ്ട്, കഴിത്തരാം. നോർമലി രാവിലെ അങ്ങനെ ദോശ ഇഡ്ഡലി അങ്ങനെയൊന്നുമില്ല. എങ്കിലും ഒരു ബ്രോഡ്സിന് അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, എഗ്ഗ് മസ്റ്റായിട്ട് എന്നും കാണും. അതൊക്കെ കഴിച്ച് തൃപ്തിപ്പെടുകയാണ് ഇപ്പോൾ. പിന്നെ ഈവനിങ് ഒക്കെ വല്ലപ്പോൾ ഞങ്ങൾ ദോശ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. മോർണിംഗ് എന്തായാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനമായിട്ട് തട്ടിക്കൂട്ടി പോകത്തേ ഉള്ളൂ. പിന്നെന്താ, പിന്നെ ഓട്സ്. പിന്നെ ഇന്ന് എനിക്ക് കഴിക്കാൻ പ്രോട്ടീൻ ഓട്സ് ഉണ്ട്.
അത് കഴിക്കണം. അത്രയൊക്കെ ഉള്ളൂ. ഇത് വേഗം കഴിച്ചിട്ട് വേണം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി. ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ എക്സ്പേർട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിൽ മോനസിന് ഫേവറേറ്റ് ബിരിയാണിയാണ്. പിന്നെ മോനസിൻ്റെ ഫേവറേറ്റ് ഫുഡും ബിരിയാണിയാണ്. ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വെച്ചു. എനിക്കിനി എന്ത് കിട്ടിയാലും ഞാൻ അങ്ങനെ ഫുഡി അല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കും, അത്രേ ഉള്ളൂ. ഞാൻ എന്നിട്ട് ഫുഡ് കഴിച്ച് ബിരിയാണി ഉണ്ടാക്കാൻ നേരത്തെ അപ്പോൾ നമുക്കിനി വീണ്ടും കാണാമേ. ഒക്കെ ബൈ. ഹായ്, ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. അതിൻ്റെ വീഡിയോ ഭയങ്കര കോമഡി ഒക്കെ. കാരണം ഞാൻ ചിക്കൻ തൊടാൻ എനിക്ക് ഇഷ്ടമല്ല. മോനൂസാണ് എനിക്കത് മാരിനേറ്റ് ചെയ്ത് തരാറുള്ളത്. മനസ്സിലാക്കാൻ തന്നെയല്ല ചെയ്തത്. അങ്ങനെ ഗ്ലൗസ് ഒക്കെ ഇട്ട് ഭയങ്കര കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തു. അത് ഫ്രിഡ്ജ് വെച്ചേക്കാം. പിന്നെ അരി വെള്ളത്തിൽ ഇട്ടു ഒരു 15 മിനിറ്റ്സ്. ബസ്മതി റൈസ് ആട്ടോ. ഇപ്പം ഓണിയൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി അരിയുക. കണ്ണുനീരുന്ന പ്ലീസ്. ആക്ച്വലി ബിരിയാണി റെസിപ്പി ഞാനിപ്പോൾ ആദ്യം നോക്കാറില്ല. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഞാൻ കുറേ പേരെ റെഫറൻസ് എടുക്കും. എന്നിട്ട് റെഫറൻസ് എടുത്തിട്ട് എൻ്റെ ആ രീതിയിലെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും ഞാൻ ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീഡിയോ നോക്കിയാൽ മതിയല്ലോ. ഗൈസ് എടുക്കുന്നത് ഗൈസ് എൻ്റെ പണിയൊക്കെ. മോനസ് ഇപ്പം വിളിച്ചേട്ടോ. മോനസ് ഇപ്പം വരും. ഇന്ന് വർക്ക് നേരത്തെ കഴിഞ്ഞു. ഞാൻ ഗിഫ്റ്റ് പാക്ക് ചെയ്തില്ല, ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞില്ല. ഗൈസ് മോനസ് ഇപ്പം വരും. മോനസ് എന്നെ വിളിച്ചു, വർക്കിന്ന് നേരത്തെ കഴിഞ്ഞു, വേഗം വീട്ടിൽ വരുവാന്ന്. ഞാനൊന്നും ചെയ്ത് കഴിഞ്ഞില്ല. ഞാൻ ബിരിയാണി സർപ്രൈസ് ആയിരുന്നു, പിന്നെ ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ടല്ലോ, അത് റാപ്പ് ചെയ്തില്ല. ഇപ്പം വരും. ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ല. അതേ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. സാരില്ല, മോനസ് ബിരിയാണി കഴിക്കാൻ വെയിറ്റ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞ എന്താ, ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി എൻ്റെ സ്വന്തം റെസിപ്പിനല്ല, കുറേ റെഫറൻസ് ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കും. അപ്പം അത് ഞാൻ മറന്നു പോയിരിക്കാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് നോക്കിയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കണേ. ഇപ്പം എന്തെങ്കിലും ഡൗട്ട് വരാറുണ്ട്, സ്വന്തമായിട്ട് വെച്ചെങ്കിൽ ഉണ്ടാക്കാറില്ല. എനിക്ക് എൻ്റെ വീഡിയോ ഒന്നുകൂടെ നോക്കിയാലേ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതിന് സാധനം അരിഞ്ഞ് കഴിയണമല്ലോ. ഇത് എനിക്ക് അറിയാൻ ഭയങ്കര സ്ലോയാണ്. എൻ്റെ കർത്താവേ, ഞാൻ ആ ഗിഫ്റ്റ് റാപ്പ് ചെയ്തില്ലല്ലോ. ഇത് നമ്മൾ നേരത്തെ എല്ലാം ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. സാരമില്ല, നമുക്ക് കുറച്ചും വെയിറ്റ് ചെയ്യട്ടെ. ഇതിനെ ഫ്രൈ ചെയ്യണം. ശരിക്കും എനിക്ക് കുക്കിംഗ് വലിയ ഇഷ്ടമൊന്നുമല്ല, നല്ല മടിച്ചാണ്. പക്ഷെ എന്തെങ്കിലും ഉണ്ടാക്കാൻ കയറിയാൽ ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റ് ആയിട്ട് ഞാൻ ചെയ്യും. എനിക്ക് ടേസ്റ്റ് വേണം, അങ്ങനെ ഭയങ്കര നന്നായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. പക്ഷെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. പിന്നെ മോനത്തിന് വേണ്ടിയല്ലേ, പിന്നെ എനിക്ക് ഈ അടുപ്പമുള്ളവർക്ക് വേണ്ടി ഞാൻ കുക്ക് ചെയ്ത് കൊടുക്കാൻ എനിക്ക് ഇഷ്ടം. പക്ഷെ എനിക്ക് എന്നും പറ്റില്ല, ഇത്ര സമയം വേണം. പിന്നെ ഉണ്ടാക്കുന്നത് ഭയങ്കര സ്ലോ ആയില്ല. പിന്നെ മോനസ് ഉണ്ടെങ്കിൽ അല്ലെ ഡോറയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അരിഞ്ഞൊക്കെ തരും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ ബാക്കി എനിക്ക് മോനസിൻ്റെ റിയാക്ഷൻ വീഡിയോ എടുക്കണം. പിന്നെ മോനസിനോടുള്ള കുറച്ച് വീഡിയോസ് എടുത്ത് ഞാൻ മോനസിൻ്റെ ബർത്ത്ഡേ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യും. ലാസ്റ്റിലത്തെ ബിരിയാണി ലുക്കും കാണിച്ചു തരാം, പിന്നെ മോൻസിൻ്റെ റിയാക്ഷൻ. ഓക്കെ ബൈ. മോൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് റാപ്പ് ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ അത് എനിക്ക് വിഷമാവും. മോൻസ് ഇപ്പം 3:45 വരുന്നത്. ഇതിപ്പോൾ ടൈം മാറ്റിയോണ്ടല്ലോ, എനിക്ക് തീർത്ത് പിടിച്ച് ചെയ്യേണ്ടി വന്നു. ഇത് റാപ്പ് ചെയ്ത് വെക്കാം. ബിരിയാണി കുഴപ്പമില്ല, കുറച്ച് നല്ലൊരു ഫ്ലാസ്റ്റർ കൂടി ഇവിടെ ഇല്ല. സാരില്ല, എങ്ങനെയൊക്കെ ചെയ്ത് വെക്കാം. മോൻസ് വലിയ പെർഫെക്ഷൻ ഒന്നും വേണ്ട. മോൻസ് വരുമ്പോഴത്തേക്കും കുളിച്ച് വൃത്തിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇരിക്കുമെന്ന് പ്ലാൻ ചെയ്ത്, അതും നടന്നില്ല. നമുക്ക് 1 മണി ആയപ്പോഴത്തേക്കും വന്നു. വേഗം ഇതാക്കട്ടെ. എൻ്റെ എല്ലാ കാര്യവും ലാസ്റ്റ് നിമിഷം കടന്ന് ഓടി ചെയ്യും. അങ്ങനെയില്ല, കുറേ ആൾക്കാർ സമയമുണ്ട്, പക്ഷേ ലാസ്റ്റ് സമയം പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കേണ്ടി വരും. അങ്ങനെ ഒരു കാറ്റഗറി പെട്ട ഒരാളാണ് ഞാൻ. എനിക്ക് സമയമുണ്ട്, പയ്യെ എല്ലാം ആസ്വദിച്ച് ചെയ്യാമെന്ന് വെച്ചിരുന്നു. അപ്പോൾ സമ്മതിക്കത്തില്ല. ഇനി ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കോളമാക്കി വേണം കൊടുക്കാൻ. പക്ഷേ എനിക്ക് മോൻസിൻ്റെ റിയാക്ഷൻ വീഡിയോ കിട്ടണം. ഇത് മോൻസ് പൊട്ടിക്കുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് വെച്ചല്ലേ, വേഗം ചെയ്യാം. ഓക്കെ, ഇത്രയൊക്കെ മതി.
അയ്യോ നിങ്ങൾ കണ്ടില്ലല്ലേ? സാരില്ല. നമുക്ക് ഒരുമിച്ച് മോനൂസ് പൊട്ടിക്കുമ്പോൾ നമുക്ക് കാണാം. ഇപ്പം വരായിരിക്കും. ഇത് നമുക്ക് ടേബിളിൽ തന്നെ വെക്കാം. എന്തായാലും ഞാൻ പറയുമ്പോൾ പൊട്ടിക്കത്തുള്ളൂ. ഓക്കെ, ഇനി മോനൂസ് വന്നിട്ട് ഇത് പൊട്ടിക്കുന്ന വീഡിയോ കാണിക്കണം. ബാക്കി ഉള്ളി അരിഞ്ഞ് വെച്ചതേ ഉള്ളൂ, ബാക്കി ചെയ്യണം കേട്ടോ. ഓക്കെ, പിന്നെ കാണാം. ബൈ. കഴിഞ്ഞ വർഷം മോൻസിൻ്റെ ബലൂൺസ് എല്ലാം ഞാൻ ഈ ബാൽക്കണിയിലാണ് ഇതാക്കിയത്. ഞാൻ ആ ബലൂൺസ് വീർപ്പിക്കണ വീഡിയോ കഴിഞ്ഞ വർഷം ഇട്ടില്ലായിരുന്നു. ഞാൻ ഈ വ്ളോഗിൻ്റെ കൂടി ഞാൻ കാണിച്ചു തരാം ബലൂൺസ് സെറ്റ് ആക്കുന്നത്. പിന്നെന്താ, പിന്നെന്തെല്ലാം മോൻസ് ഇപ്പോൾ വരും. മോൻസ് വരുന്ന ഒരു വീഡിയോ എടുക്കാതിരിക്കും. ഞങ്ങളുടെ ബാൽക്കണി ഞാൻ ഒരു ദിവസം ഹോം ടൂർ ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഈ വീഡിയോ ഒക്കെ എടുക്കാൻ ഡിലേ ആക്കുന്നത് മൊത്തം എൻ്റെ ഈ മുഖം കാരണം. എൻ്റെ മുഖം നിറച്ചും പിമ്പിൾസ് ആയിട്ട് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല വീഡിയോ എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇവിടെ ബാൽക്കോൺ ഞങ്ങളുടെ ബാൽക്കോണാണിത്. മോൻസ് ഇപ്പോൾ വരും. മോൻസ് വരുന്നതിൻ്റെ ഒരു വീഡിയോ നമുക്ക് എടുക്കാം. ഈ ബാൽക്കണിയിൽ ഫുൾ ഞാൻ ബലൂൺസ് ഒക്കെ വെച്ച് കഴിഞ്ഞ വർഷം സെറ്റാക്കി. ഞങ്ങളുടെ കാർ പാർക്കിംഗ് ബാക്കിലാണ്. ഇവിടെ പിന്നെ ഇകാല എവിടെ വേണമെന്നൊക്കെ പാർക്ക് ചെയ്യാം. ഹലോ, ഹാപ്പി ബർത്ത്ഡേ. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്, സെയിം ടൈം കഴിഞ്ഞ വർഷം മോൻസി ഈ സ്കൂട്ടറിലാണ് വീട്ടിൽ വന്നത്. ഞാൻ ബർത്ത്ഡേക്ക് ഇങ്ങനെ ബാൽക്കണി നോക്കിയിരുന്നത് അന്നൊക്കെ ഒരു മൊമെന്റ് ആയിരുന്നു. ഇത്തവണ മോനൂസ് ബർത്ത്ഡേക്ക് വരുന്നത് ഔഡിയിലാണ്. അതെനിക്ക് ഭയങ്കര എന്തോ പ്രൗഡ് പോലെ തോന്നിച്ചു. അത് സെയിം ബാൽക്കണി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ ഇരിക്കെ ബർത്ത്ഡേ പോയി. ഞാൻ രാവിലെ മോൻസിന്റെ അതൊന്നും സാരമില്ല, മോൻസ് അവിടെ ഇരിക്കെ. രാവിലെ ഉണ്ടല്ലോ മോൻസിന്റെ തലയില്ലാത്ത ഭാഗം വീഡിയോ എടുത്ത് മൊത്തം തലയില്ല. ഞാൻ ഇങ്ങനെ വീട് തരുമ്പോ മൊത്തം അല്ല, ഇവിടെ വെച്ച് മോൻസിന് ഗിഫ്റ്റ് വന്നില്ലേ, അപ്പൊ അതിനൊന്നും തലയില്ലായിരുന്നു. മോൻസ് സുന്ദരനാ. വാ ഇങ്ങോട്ട്. എന്നും കണ്ടായിരുന്നു വർക്ക്. എന്തിനാ നേരത്തെ വന്നേ? ഫ്രൈഡേ നേരത്തെ വരൂന്നാണോ? അതവിടെ ഇരിക്ക. ഷൂ നോക്ക. ഞാൻ ഇവിടെ നിൽക്കാം. അങ്ങനൊന്നും ചെയ്യണ്ട. മോൻസിന്റെ നാച്ചുറൽ അഭിനയം മതി. ഞാൻ ഇതൊക്കെ ഇട കേട്ടോ. ഒട്ടും അഭിനയമല്ല, പരസ്യാണോ? മനസ്സിലായി. ആരും കണ്ടേ അല്ലേ? ഇത് മാത്രമേ തന്നുള്ളൂ. വേറെന്തേ? ഇഷ്ടായോ? ഒന്ന് ഇട്ട് കാണിക്കോ? മോൻസിന്റെ ഷർട്ടൊക്കെ ഏതെന്ന് വല്ല മോൻസിന് അറിയോ? ഏത് ബ്രാൻഡിന്റെ ആന്നൊക്കെ ചുമ്മാ അങ്ങ് എടുത്തിടും. മോൻസ് ഇടുന്ന എല്ലാ ഷർട്ടും ഞാൻ മേടിക്കുന്ന ഫുൾ മോൻസിന്റെ അച്ഛൻ്റെ അമ്മ. മോൻസിന് എല്ലാം അറിയോ? എന്റെ മോൻസ് ഞാൻ ഇട്ടിട്ട് ചുരുട്ടി കൂട്ടിയ മൂലയെ കൊണ്ടങ്ങിടും. സാരമില്ല. മോൻസിന് ഏത് കളറിട്ടാലും സുന്ദരനായതുകൊണ്ടും. ഇത് ചെറുതാണോ? കറക്റ്റാണോ? എനിക്ക് അറിയത്തില്ല. ഇത്രയും നാളും മേടിച്ച് കറക്റ്റ് സൈസ് ആയി. ഇപ്പൊ മോൻസ് തടിയനായതുകൊണ്ട് എനിക്ക് അറിയില്ല. ഷർട്ട് കൊള്ളാം. വേണേ പോയി കണ്ണാടി പോയി നോക്കിക്കോ. കോളർ ശരിക്കും വെക്ക് ബാക്കില്. ഇത് ശരിക്കും ബ്ലാക്കിന്റെ കൂടെ കൊള്ളാം. ഭയങ്കര വണ്ണം വെച്ചോണ്ട് തടിയനായി. കൊള്ളാം. ഇനി ഷൂ ഇട്ട് കാണിക്ക്.
ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കുന്നത് മോൻസിന് സൈസ് ആവാതുണ്ടോ, ശരിയാവാത്തതുണ്ടോ? പെർഫെക്റ്റ്. കാട്ടെ. ഓ എന്റെ പഴയതിനെക്കാട്ടും രസമുണ്ട്. അടിപൊളി. എനിക്ക് കളർ ഇഷ്ടമായി. എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടമായി. ഞാൻ ഇട്ട് നോക്കിയായിരുന്നേ. ഇഷ്ടായോ? ഇത് കളിക്കാൻ കൊണ്ടുപോയി ചീത്തയാക്കല്ല. ഇപ്പോഴും പുതിയതായിട്ടിരിക്കും. ഇത് ഞാൻ കഴിഞ്ഞ വർഷം കൊടുത്തതാ. ഇത് മോൻസിന് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമാ. മോൻസിന് ന്യൂ ബാലൻസ് ഫാൻ ആയതുകൊണ്ട് മോൻസ് അത് ഉപയോഗിക്കാറില്ല. ഓക്കെ. എന്നെ സുഖം ഇത് ഇടുമ്പോ ഭയങ്കര കംഫർട്ടാ. ആണോ? മറ്റേ ഇടുമ്പോ വേദന എടുക്കും. ഇതെന്നാ സുഖമാ. ഇനി ഇവിടെ വന്നിരിക്കേ. കണ്ണടയ്ക്കണേ. ഇപ്പൊ കഴിഞ്ഞില്ലേ? ഇത് ലാസ്റ്റ് ഗിഫ്റ്റ്. തുറക്കടാ. കേക്കാ. കേക്ക. അത് മുറിക്ക്. പൊട്ടിക്ക്. പക്ഷെ നമ്മുടെ വീട് ഫുൾ അലങ്കോലമായി കിടക്കുമെന്ന് എനിക്ക് ഒരു ആംഗിളും കാണിക്കാൻ പറ്റത്തില്ല. സാരില്ല, പൊട്ടിച്ച. എനിക്ക് പാക്ക് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് പാക്ക് വെച്ചാ. ഇതൊന്നും അല്ലായിരുന്നു. മോൻസ് നേരത്തെ വരും എന്ന് പറഞ്ഞപ്പോ എന്റെ പ്ലാൻ ഒക്കെ തെറ്റി. എന്റെ ദൈവമേ, ഇതെന്തിനാ വാങ്ങിയേ? അത് ഇഷ്ടല്ലേ? ഇതിന് എത്ര രൂപയായി? ഞാൻ ഇന്നലെ പറഞ്ഞു മോൻസിനോട്. ഗിഫ്റ്റാണ്. ഗിഫ്റ്റിന് വരെ ചോദിക്കാൻ കട്ട് ചെയ്തു. ഏതതിനോ? മോൻസ് നമ്മളൊരു ഗിഫ്റ്റ് തരുമ്പോ അതിനെത്ര, ഇതിനെത്ര, നമുക്ക് ഹാപ്പി ആവും നോക്കണം. മോൻസ് ഹാപ്പി ആയില്ലേ ഗിഫ്റ്റ് കിട്ടിയപ്പോ? ഞാൻ തിരിച്ചു കൊടുക്കുവോ? വേണ്ട. നമ്മള് പൈസ വരും പോവും എന്നും പറഞ്ഞ് നമ്മള് മോൻസിന് ഇഷ്ടമുള്ള സാധനം മേടിച്ചു യൂസ് ചെയ്യുക. അങ്ങനെയാണ് എന്റെ പോളിസി കേട്ടോ. മോൻസിന് വേറെ പോളിസിയാ. ഞാൻ പറഞ്ഞ പോലെ തന്നെ മോൻസ് ഹാപ്പി. റിയാക്ഷൻ ഹാപ്പി ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഞെട്ടിപ്പോയി. അതെ, ഞെട്ടിപ്പോയി. ഞാനിത് കൊടുക്കുന്നു വിചാരിച്ചില്ല. അന്ന് പിന്നെ 2 ഗിഫ്റ്റ് എന്തിനാ? ഒരു ഗിഫ്റ്റ് മതിയായിരുന്നു. ഇതെന്തോ ഇത്? മറ്റേ ഞാൻ ചെയ്ത മോൻസിന് അറിയാം, ഇത് ഞാൻ തരത്തില്ലെന്നറിയാം. അതുകൊണ്ട് മോൻസിന് ആരും ഞാൻ ഇത്തവണ ന്യൂ ബാലൻസ് കൊടുക്കും. കാരണം മറ്റേ പഴയ ഷൂ ഇട്ട് അത് ഇല്ലാണ്ടായി. പിന്നെ ഷർട്ട് തരുമെന്നും അറിയാം. ഇനി ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ടായിരുന്നു. അല്ല, ബിരിയാണി ആയിരുന്നു മോൻസ്. ആ ബിരിയാണി ആയില്ല. മോൻസ് നേരത്തെ വന്നോണ്ട് ഇനി വെയിറ്റ് ചെയ്യണം. ഇത് പൊട്ടിച്ച് കാണിച്ചു കൊടുക്ക്. ഞാൻ എന്തിനാ മോൻസ് മേടിച്ചെന്നറിയോ? മോൻസ് കളിക്കാൻ പോവല്ലേ, ഇനി ഇവിടെ ഇരുന്ന് കളിച്ചാൽ മതി എന്റെ അടുത്തിരുന്ന്. അൺബോക്സിങ് വീഡിയോ. ഞാൻ ഇതിന്റെ 3 മേടിക്കാനാ പോയത്. അതോടെ തീർന്നു പോയി സ്റ്റോക്ക്. 3S ആയത്. 3 ആണെങ്കിൽ പാൻ കേക്ക് മോഡലായിരിക്കും അതിന്റെ വിഷ്വല്. കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ഗെയിമിംഗ് പവറും എല്ലാം സെയിം, രണ്ടും സെയിം ക്വാളിറ്റിയാ. പക്ഷെ 3 മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. പാൻ കേക്ക് സെക്ഷൻ ആയിരിക്കും. ക്വാളിറ്റി ഉണ്ട് വീഡിയോയ്ക്ക്. പക്ഷെ കൊള്ളാം. മനസ്സ് ആദ്യമായിട്ടല്ലേ VR ഉപയോഗിക്കാൻ പോന്നേ. അപ്പോൾ ഇത് സെറ്റാണ്. എന്നോട് അവരങ്ങനെ പറഞ്ഞു തന്നെ. എന്നിട്ട് ഞാൻ ഇതിനെപ്പറ്റി എനിക്ക് ഒരു കുന്തം അറിയത്തില്ലല്ലോ. ഞാൻ ഇതെങ്ങനെ, ഇത് കൊള്ളാമായിരിക്കുമോ? ഓണത്തിന് ഷർട്ട് ചേരുന്നുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. യെല്ലോയിൽ കാണാം. എനിക്കും കളിക്കാം. എനിക്ക് ബാഡ്മിന്റൺ കളിക്കാം. ഒത്തിരി അങ്ങോട്ട് പോയല്ലേ. പൊയ്ക്കോ. ഞാനിവിടെ ക്ലീൻ ചെയ്യണം. ഇനി മോൻസിന്റെ പൊയ്ക്കോ. അതൊരു തന്ത്രമാണ്. മോൻസിന് സ്നേഹം ഉണ്ട് ഇവിടെ നിന്ന് കളിക്കാം.
എന്താ വെച്ചാൽ പുറത്ത് പോയി കളിക്കും 10 പേരുടെ കൂടെ കളിക്കുന്ന പോലെയാണ് ഈ ഒറ്റയ്ക്ക് ഇത് കളിക്കുന്നത്. ഇതെനിക്ക് ഇഷ്ടമാണ്. ഇതും കളിക്കാം അതും കളിക്കാം. ഓക്കെ. ഇപ്പൊ എന്താ ക്രിക്കറ്റ് ആണോ? ആ ശരി, ക്രിക്കറ്റ് ആണോ? സോറി. നൈസ് ആണോ? ഈ കഴിഞ്ഞ വർഷം മോൻസ് തന്ന ഗിഫ്റ്റിൽ ഓർമ്മ ഇതെന്തിനാ മേടിച്ചത് എനിക്കറിയില്ല. മോൻസ് ഇങ്ങനെ ഞെക്കി കളിക്കാൻ. ഇത്തവണത്തെ ചൊട്ടി നല്ല വലുതായിരുന്നു. ഗൈസ്, കഴിഞ്ഞ തവണത്തെ ഗിഫ്റ്റും ഇത്തവണത്തെ ഗിഫ്റ്റ്. പിന്നെ കഴിഞ്ഞ വർഷം ഇത് മാത്രമല്ല, ഷൂ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഷൂ ഉണ്ടായിരുന്നു. ഇതന്നെ കൊറേ ഉണ്ടായിരുന്നു, പെർഫ്യൂം അങ്ങനെ ഇങ്ങനെ. പിന്നെ ഇതൊക്കെ മേടിച്ചാണ് തന്നെ പെർഫ്യൂം മേടിക്കാന്. അയ്യോ, മോൻസിന് അൺബോക്സിങ് വീഡിയോ ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാ. ഇനി മോൻസ് സഹായിക്കാൻ വരണം. ബിരിയാണി മോൻസ് അറിഞ്ഞു. ഇനി സവാള അരിയാറുണ്ട്. ബാക്കി ഞാൻ ചിക്കനും റൈസൊക്കെ സെറ്റാക്കി. അങ്ങനെയായിട്ട് ഈ പിമ്പിൾസിന്റെ പാട് പോവാനിരുന്ന എനിക്ക് ഈ ആണ്ടിലൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് മനസ്സിലായി. എനിക്ക് ഒരു ഫുഡും കഴിക്കാൻ പറ്റില്ല. ഫുഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഫെറ്റ് ഐറ്റംസ്, ചോക്കളാട്, നമ്മുടെ ഓയിലി ഐറ്റംസ്, ഷുഗർ കണ്ടുള്ള ഇപ്പൊ ഒന്നും തിന്നാൻ പറ്റത്തില്ല. എനിക്ക് അതൊക്കെ ഒന്ന് ഫുൾ വേണ്ടെന്ന് വെച്ചാൽ എൻ്റെ മുഖം പക്ക ക്ലീൻ ആയിരിക്കും. പക്ഷെ ഒരു ദിവസം അത് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇങ്ങനെ ബംസ് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. പിന്നെ അത് മാറാൻ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം എൻ്റെ മുഖം കാണുമ്പോൾ. കാരണം എൻ്റെ മുഖം ഇങ്ങനെ അല്ലായിരുന്നേ. പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഡിപ്രഷൻ പോലെ തോന്നുമായിരുന്നു ആദ്യമൊക്കെ. ഇപ്പം സെറ്റായി. ഇപ്പം കണ്ട് ശീലമായി എൻ്റെ മുഖമൊക്കെ. ഓക്കെ, ഇനി ഞാൻ പോയി ബിരിയാണി ഉണ്ടാക്കട്ടെ. ബർത്ത്ഡേ പോയി. പിന്നെ മോൻസിന് മോൻസ് രാത്രി കേക്ക് വന്നപ്പോ എന്തോ വിചാരിച്ചേ? പടക്കം പൊട്ടിച്ചെന്നൊക്കെ ചോദിച്ചതിന് ഞാൻ എന്തോ ഇല്ല, ഉറക്കത്തിൽ എന്തോ വെട്ടി പൊട്ടുന്ന സൗണ്ട് ഒക്കെ കേട്ടു. ഒരു വെട്ടവും വെളിച്ചവും ഒക്കെ. അതിലും കോമഡി, ഞാൻ ആദ്യമേ പേടിച്ചു. ഞാൻ ഉറക്കത്തിന് ചാടി കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും കേക്കും ക്യാൻഡിലൊക്കെ സെപ്പറേറ്റ് മാറ്റി വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ക്യാൻഡിലൊക്കെ കത്തിച്ച് ലൈറ്റ് കൊടുത്തപ്പോ ഇതങ്ങ് ആളെ കത്താൻ തുടങ്ങി. അപ്പൊ ഞാനങ്ങ് പേടിച്ചു. അല്ല, അത് പൂത്തിയ പോലത്തെ ക്യാൻഡില്, അതെനിക്ക് അറിയാം. പക്ഷെ എന്റെ അപ്പത്തെ സ്വബോധ അവസ്ഥയിൽ ഞാൻ പെട്ടെന്ന് എന്തോ പൊട്ടിത്തെറിക്കാന്നൊക്കെ പറഞ്ഞ് ഓടി മോൻസിന്റെ അടുത്തോട്ട്. മോൻസിനെ കൊല്ലാനൊക്കെ വരുന്ന പോലെ അരച്ചു. അങ്ങനെയായിരുന്നു കേക്ക് കട്ടിങ്. ഇനിയും കേക്കൊന്നും ഇല്ല മോൻസിന്, അതേയുള്ളായിരുന്നു. നല്ലായിരുന്നു. ഇനിയുണ്ടോ ഗിഫ്റ്റ്? ഇനി ഒരു ഗിഫ്റ്റും കൂടി ഉണ്ടോ? ഇനിയും ഗിഫ്റ്റ് 5 വർഷത്തേക്ക് ഗിഫ്റ്റ് വേണ്ട. 5 വർഷത്തെ ഗിഫ്റ്റിന്റെ പൈസയായി. മോൻസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ഗിഫ്റ്റ് തരുമ്പോൾ അത് പൈസ വെച്ച് നമ്മളിങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മൾക്ക് ഗിഫ്റ്റ് കിട്ടി ചിന്തിക്കണം, ഓക്കെ. പക്ഷെ ഗിഫ്റ്റ് കിട്ടി നമ്മൾ ആ ഗിഫ്റ്റ് മോൻസിന് ഇഷ്ടമുള്ള കാര്യമല്ലേ. അപ്പൊ നമ്മൾ അതിൽ എൻജോയ് ചെയ്യാൻ നോക്കണം. പിന്നെ അത് അയ്യോ അത്രയും പൈസയായി അങ്ങനെ പറഞ്ഞ എന്താ, ഗിഫ്റ്റിന്റെ ആ ഒരു വാല്യൂ പോയി കിട്ടി. ഓക്കെ, ഇനി കഥ പറഞ്ഞോണ്ടിരുന്ന ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. നമുക്ക് ബിരിയാണി പൊട്ടിക്കാം. അല്ല, ബിരിയാണി തുറക്കാം. ഓക്കെ, തുറന്നു. അതൊന്നും അറിയണ്ട, തുറന്നാ നശിപ്പിക്കല്ലേ. ഞാൻ നോക്കട്ടെ എന്റെ ബിരിയാണിക്ക് ലുക്ക് ഉണ്ടോ. കാണാൻ കൊള്ളാം, പിന്നെ തിന്നാൻ കൊള്ളാമോ എനിക്കറിയില്ല. ഇത്തവണത്തെ എനിക്ക് അത്ര അങ്ങോട്ട് സെറ്റ്. മോണിച്ച് എനിക്ക് വിളമ്പാൻ അറിയില്ല. നോക്കിയില്ല. ഇത് മോനിസിന്റെ മമ്മിയുടെ വെട്ടുവാങ്ങിയ. എല്ലാം കറക്റ്റ്. ഒന്ന് കഴിച്ചിട്ട് എന്നോട് അഭിപ്രായം പറ. സത്യമായിട്ടുള്ള അഭിപ്രായം പറയാം, ചുമ്മാ എക്സ്പ്രഷൻ ഇട്ട് എന്നെ ഇതാക്കല്ല. കഴിക്കത് ഓണാ.
അടിപൊളി. ശരിക്കും കൊള്ളാം. കൊള്ളാം, ശരിക്കും ഞാൻ കൊള്ളാം. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത് പോലത്തെ ടേസ്റ്റ് ഉണ്ടോ? എനിക്ക് ശരിക്കും ഇത് ഉണ്ടാക്കിയപ്പോ ഒരു തൃപ്തി തോന്നില്ല അവിടെ ചോദിച്ചാ. കൊള്ളാം, ശരിക്കും കൊള്ളാം. ഓക്കെ. കൊള്ളാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ കഴിക്കാൻ പോവാം ഫുഡ്. ഗൈസ് ഞാൻ മോനസിന് കാർഡ് കൊടുക്കാൻ മറന്നുപോയി. ഇതിനകത്തും കൂടി ഉള്ള കൊടുക്കാൻ, അതോടെ കൊടുത്തിട്ട് അച്ഛനൊരു കാർട്ടും കൂടി ഉണ്ട്. പയ്യെ അയച്ചാൽ മതി, ഉറക്കൊന്നും വായിക്കണ്ട. ഇഷ്ടമായ മോനസിന്റെ മോനസിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ എന്താ മോനസിന് ഗിഫ്റ്റ് ആണ്? ഓ, എന്തൊരു ഓർമ്മ. ഏത് കളറ്? ബ്ലൂ. നമ്മളുടെ ഫസ്റ്റ് ബർത്ത്ഡേ വന്നത് മോൻസിന്റെ 14 ഇയേഴ്സും എൻ്റെ 13 ഇയേഴ്സും ആയിരുന്നു. അയ്യോ, അന്ന് എൻ്റെ മമ്മിയുടെ എനിക്ക് എന്തോരോ കിട്ടി ആ ഷർട്ട് മേടിച്ചു തന്നേന്. ഉണ്ടോ? എനിക്ക് സത്യമായിട്ടും ഡാർലിച്ചാച്ചൻ പിടിച്ചിട്ട് ഞാൻ പറയുന്നില്ല ഒന്നും. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മോൻസിൻ്റെ അടുത്ത് ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മോൻസൊന്നും കണ്ടില്ല, മോൻസ് പിന്നെ കണ്ടാൽ മതിയിരുന്നേ. കൊച്ചു വീഡിയോ. ഇന്നത്തെ വീഡിയോ മോനസിന്റെ ബർത്ത്ഡേ വ്ളോഗാ. അല്ല, ഞാൻ എന്തൊക്കെയാ പറഞ്ഞേന്ന് എന്റെ മണ്ടത്തരങ്ങൾ കേൾക്കണമെങ്കിൽ കണ്ടാൽ മതിയിരുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.